ലൈഫ് ലോങ് എനിക്ക് ജീവനുള്ളവരെ നമ്മളിത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണമായിരിക്കും ഈ ഒരു പ്രോജക്റ്റ്. നിങ്ങൾ ഏറെ ആളുകളും കണ്ടിട്ടില്ലാത്തൊരു മുഖമാണിത്. നിങ്ങൾ ഡെയിലി കാണുന്ന വീഡിയോയിൽ ഇവനാണ് ആ വീഡിയോസ് എല്ലാം പകർത്തുന്നത്. എൻ്റെ സുഹൃത്താണ്, എൻ്റെ അനിയനെ പോലെ തന്നെയാണ്. അവൻ്റെ പേര് സുരേഷ് എന്നാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് അവനെ കൊണ്ട് പറയിപ്പിക്കാമെന്ന്. ഇവൻ ഡെയിലി ഫുഡ് കൊടുക്കുമ്പോഴും അവിടുത്തെ അടി ഇടി എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഇവനാണ്. പക്ഷെ ഇവൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഇതുവരെയായിട്ട് ഇവൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ നമ്മൾ 250 പേർക്കുള്ള ഫുഡ് നമ്മൾ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ കൊടുത്തു. അതൊരു 33 പേർക്കുള്ള ഫുഡ് തന്നിട്ടുള്ളത് ലണ്ടനിൽ നിന്നുള്ള 2 ഫ്രണ്ട്സാണ്. അപ്പോൾ ഒരു ദൈവം എന്തായാലും അനുഗ്രഹിക്കും, അതിൻ്റെ ബ്ലെസ്സിങ് എന്ന് അവർക്ക് കിട്ടും. അപ്പോൾ ഇന്ന് ഇത്രയും പേർക്കുള്ള ഫുഡ് കൊടുത്തപ്പോൾ, അതുമാത്രമല്ല ഇത്ര നാൾ നീ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്, അവിടെ ഫുഡ് കൊടുത്തപ്പോൾ നിനക്ക് അത് കണ്ടിട്ട് നിനക്ക് തോന്നിയ ഒരു ഫീലില്ലേ, അതെന്തോ നീ പറഞ്ഞേ? നല്ല വിഷമം തോന്നി. കാരണം ഇത്രയും നമ്മൾ ഫുഡ് കൊടുത്തിട്ടും ചിലതൊക്കെ വേസ്റ്റ് ആവും, 1-2 അത് ആൾക്കാർ ഇത്രയും ധൃതി, നിങ്ങൾ തന്നെ വീഡിയോ കണ്ടിട്ടുണ്ടാവും, 2-3 വേസ്റ്റ് ആവും. പക്ഷേ എല്ലാവർക്കും അതും ഒരെണ്ണം വാങ്ങിച്ചിട്ട് പോകും, എന്നാലും വീണ്ടും ഒരാൾ വരും, വീണ്ടും വാങ്ങും. നമ്മൾ ഇത്രയും ഫുഡ് കൊടുക്കുകയാണ് എന്തായാലും, അതിൽ നിന്ന് പിന്നെ 1-2 കൂടുതൽ കൊടുക്കും. എന്നാലും എന്താ പറയാ, ഈ ഫുഡ് അത് വേസ്റ്റ് ആവണം കാണുമ്പോൾ നല്ലൊരു സങ്കടം തോന്നും, നല്ല വിഷമമാവും. നമ്മൾ എത്ര ഒരു ഫുഡിന് വേണ്ടി ഒരു വില അവർ പറ്റൂല, അവർ അത്രയും വിശന്നൊക്കെ ആയിരിക്കും നിൽക്കുന്നത്, എന്നിട്ട് അവർ ആ ക്യൂ നിന്ന് അത് വാങ്ങും. അത് ഇത്രയും നല്ല വെയിലത്താണ് ഇപ്പോൾ അത്രത്തോളം ക്യൂവിൽ ആളുകൾ നിൽക്കുന്നത്. നല്ല വെയിലുണ്ട്. കാര്യം നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ ഉരുവിയാ ചെല്ലുന്നത്. അപ്പോൾ അവിടുത്തെ ആളുകളുടെ കാര്യം പറയേ വേണ്ട, ഒരു അത്രത്തോളം സ്ട്രഗിളിംഗ് ആയിട്ടാണ് സാധനങ്ങൾ, ഫുഡ് കാര്യങ്ങൾ വാങ്ങാനാണെങ്കിൽ നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ ഫുഡ് കൊടുക്കുന്നതായിരിക്കും. ഇത് മൊത്തത്തിൽ ലൈഫ് ലോങ് എനിക്ക് ജീവനുള്ളവരെ നമ്മളിത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണമായിരിക്കും ഈ ഒരു പ്രോജക്റ്റ്.